വെക്കേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പെട്ടിയൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇനിയിപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അതെപ്പോഴും സ്പെഷ്യൽ തന്നെയായിരിക്കും അല്ലേ. അപ്പം ഞങ്ങൾക്ക് അധികം സാധനങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബസ്സിനാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ലഗേജ് അധികം നമുക്ക് പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പം പറ്റുന്നത്ര കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് തുറന്ന് നോക്കുകയാണ്. ടീച്ചറിൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും രണ്ടമ്മമാരും കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു 11 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നേരെ പെട്ടി പൊട്ടിക്കാന്ന് കരുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. കുറേ അച്ചാർ സെറ്റ് ഉണ്ട് കേട്ടോ. ഞാനിതെല്ലാം തുറന്ന് കാണിക്കുന്നില്ല, കാരണം ഇതൊക്കെ അച്ചാർ ഇങ്ങനെ കലിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എണ്ണ. അപ്പോൾ അതൊക്കെ ഇനി വൃത്തിയാക്കി എടുക്കണം നമുക്ക്. ഇതെന്താണെന്ന് പറയുക, ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ കവറിൽ കെട്ടി വെച്ചിരിക്കുന്നത് ഉണക്കമീനാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മ വീട്ടിൽ തന്നെ ഉണക്കി എടുത്തിട്ടുള്ള ഉണക്കമീനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീൻ. അപ്പോൾ അതുണ്ട്. പിന്നെ ഇത് കുറച്ച് മഞ്ചാടിക്കുരുവാണ്. ശ്രീചേട്ടൻ്റെ വീട്ടിൽ മഞ്ചാടിമരം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും ദേവായും പിന്നെ അമ്മയും കൂടെ കുറെ പേർക്ക് തന്നെയുണ്ട് മഞ്ചാടിക്കുരു. എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാലോ എന്നൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇതെന്താ ഞാൻ മണപ്പിച്ച് വെക്കുന്നത്? ഇതെന്താണെന്നറിയോ, ഇത് കുരുമുളകാട്ടോ. ശ്രീചേട്ടൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുരുമുളകാണ്. അപ്പം അമ്മ അത് കുറച്ച് തന്നു വിട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും നാട്ടിൽ നിന്ന് നിന്നാണ് കേട്ടോ കുരുമുളക് അമ്മയാണ് എനിക്ക് തന്നു വിടാറ്. അവിടെ അതുപോലെ മഞ്ഞൾപ്പൊടി ആണെങ്കിലും ശ്രീചേട്ടൻ്റെ വീട്ടിൽ തന്നെ ഉള്ള നല്ല മഞ്ഞളാണ്. വീട്ടിൽ തന്നെയുള്ള മഞ്ഞൾ ഉണക്കി പൊടിച്ചെടുത്ത് ഒരു മയം ചേർക്കാത്ത മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇത് ഞാൻ നടാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഉണ്ടമുളകും കാന്താരി മുളകും ഉണ്ട്. പിന്നെ മല്ലിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. അതെന്താണ്, പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പ് പുളി, മീനകത്ത് ഇടുന്നതും നമ്മുടെ സാമ്പാറിനകത്തൊക്കെ ഇടുന്ന പുളി. പിന്നെ ഈ ഒരു ബോക്സ് അത് ഭയങ്കര സ്പെഷ്യലാണ്. അത് എൻ്റെ കസിൻ തന്നുവിട്ടതാണ്. അത് ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ. പിന്നെ ഇതും ചെറിയ ബോട്ടിലിൽ അടമാങ്ങയാണ്. അത് ശ്രീചേട്ടൻ്റെ അമ്മ ആക്കി തന്നുവിട്ടതാണ്. അതുപോലെ അമ്മയുടെ സ്പെഷ്യൽ അച്ചാറും അമ്മ തന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ്, ഏത്തക്ക ഉപ്പേരി, മിച്ചർ, ഹൽവ, ഇതൊക്കെ പപ്പ എനിക്ക് വാങ്ങിച്ചു തന്നു വിട്ടതാണ് കേട്ടോ. പിന്നെ വഴണയില, അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഇത് പക്ഷേ ഉണ്ടല്ലോ ഉണങ്ങിപ്പോയി കുറച്ച്, എന്നാലും സാരമില്ല, ഇരിക്കട്ടെന്ന് വെച്ചു. ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ അമ്മ കപ്പ ഉണങ്ങിയത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണക്ക കപ്പ, അതുപോലെ തന്നെ വറക്കാൻ വേണ്ടിയിട്ടുള്ള വറ്റൽ, അതൊക്കെ അമ്മ തന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തേങ്ങ ഞാൻ ഇതേപോലെ ചെരുകി ഫ്രീസറിൽ വെച്ച് ഐസാക്കിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് മുമ്പ് ബാഗിലെടുത്ത് വെച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിൻ്റെ തണുപ്പ് ഇപ്പം ചെറുതായിട്ട് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴേ നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ. കറിവേപ്പിൻ്റെ തൈ, അത് ശ്രീചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നതാണ്. ഇത് ചപ്പാത്തി. ഇത്രയൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവന്നത്.